നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ഉച്ചവാർത്തയിലേക്ക് സമഗ്രമായി വരാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ വെളിപ്പെടുത്തലുകളുടെ തലങ്ങൾ മാറുന്നു. ഡി മണി എന്ന ഡയമണ്ട് മണി ദിണ്ടിഗൽ സ്വദേശി ബാലമുരുകൻ നടന്നത് ശതകോടികളുടെ ഇടപാട്. 2020 ശബരിമലയിലെ ഭരണനിർവഹണ ചുമതലയിലുണ്ടായിരുന്ന രാഷ്ട്രീയത്തിലെ ഉന്നതനുമായി ചേർന്ന് 500 കോടി വാങ്ങി പഞ്ചലോഹങ്ങൾ കടത്തി. ഡി മണിയും സംഘവും പത്മനാഭസ്വാമി ക്ഷേത്രവും ലക്ഷ്യമിട്ടു. കോടതി മേൽനോട്ടത്തിൽ CBI അന്വേഷണം വേണമെന്ന് ചെന്നിത്തല. പ്രത്യാശയുടെ തിരുപ്പിറവി ആഘോഷമാക്കി ക്രിസ്മസിനെ വരവേറ്റ് ലോകം. പ്രാർത്ഥനകളിൽ പങ്കെടുത്ത് വിശ്വാസി സമൂഹം. ദരിദ്രരോട് ദയ കാണിക്കണമെന്ന ക്രിസ്മസ് ദിന സന്ദേശത്തിൽ മാർപ്പാപ്പ. ബത്ലഹേമിൽ തിരുപ്പിറവി ആഘോഷങ്ങൾ നടന്നത് 2 വർഷങ്ങൾക്ക് ശേഷം. സംസ്ഥാനത്തെ ദേവാലയങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകൾ. ഡൽഹിയിലെ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷനിൽ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കരോൾ സംഘങ്ങളെ ആക്രമിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളുണ്ടെന്ന് ക്ലെമീസ് ബാവ. ജീവനും സ്വത്തിനും ഭീഷണി നേരിടുന്ന അന്ധകാരത്തിലൂടെ കടന്നുപോകുന്നുവെന്ന് ആർച്ച് ബിഷപ്പ് തോമസ് ജെയനെറ്റോ. ക്രൈസ്തവർക്കെതിരായ അക്രമത്തെ തള്ളി രാജീവ് ചന്ദ്രശേഖർ. ബാഹ്യമായ ആഘോഷങ്ങൾക്കപ്പുറം അവ നൽകുന്ന ആത്മീയ സന്ദേശങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ തട്ടിയുണർത്തണമെന്ന് സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവി. തൃശൂരിൽ ഡോക്ടർ നിജി ജസ്റ്റിൻ മേയറാകും. എ പ്രസാദ് ഡെപ്യൂട്ടി മേയറാകും. ആരെയും ഒഴിവാക്കിയിട്ടില്ലെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. തിരുവനന്തപുരത്ത് ആർ ഷീലേഖയെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ BJP. UDF-ൽ നിന്നും KS ശബരിനാഥും CPM-ൽ നിന്നും RP ശിവജിയും മത്സരിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കോൺഗ്രസ് കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കണമെന്ന് CPM. മണ്ഡലപൂജയ്ക്കൊരുങ്ങി ശബരിമല. തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് ശരണ വീതികളിൽ വൻ വരവേൽപ്പ്. സന്നിധാനത്ത് തിരക്ക് നിയന്ത്രിക്കാൻ പ്രത്യേക ക്രമീകരണങ്ങൾ. സ്പോട്ട് ബുക്കിംഗ് 2000-ആയി ചുരുക്കി. ഇന്ത്യ ശ്രീലങ്ക 3-ാം വനിതാ T20 നാളെ കാര്യവട്ടത്ത്. ടീം അംഗങ്ങൾ തിരുവനന്തപുരത്ത്. ഇന്ന് പരിശീലനത്തിനിറങ്ങും. നാളെ ജയിച്ചാൽ ഇന്ത്യയ്ക്ക് പരമ്പര. വിശദമായ വാർത്തകൾ നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സുധീഷ് കുമാറിനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. ജയിലിൽ SP ശശിധരന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. പ്രത്യേക അന്വേഷണ സംഘം ഡി മണിയെ ചോദ്യം ചെയ്യുന്നതിന് സമാന്തരമായാണ് SP-യുടെ ചോദ്യം ചെയ്യൽ. രജിത്ത് ചേരുന്നു തിരുവനന്തപുരത്തു നിന്നും. രജിത്ത്, ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ വെളിപ്പെടുത്തൽ അത് നിർണായകമാണ്. ഇനിയും വിവരങ്ങളൊക്കെ പുറത്തു വരാൻ ഉണ്ട് എന്നതാണ് ഇതിൽ നിന്നുമൊക്കെ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ SP ശശിധരന്റെ നേതൃത്വത്തിൽ ഒരു വശത്ത് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം ഡി മണിയെയും ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് വിവരങ്ങൾ. ചെന്നൈയിലാണ് ഡി മണിയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ഡി മണിയെ ചോദ്യം ചെയ്യുന്ന ഡി മണി എന്ന ബാലമുരുകനെ ചോദ്യം ചെയ്യുന്ന അതേ സമയത്ത് തന്നെയാണിപ്പോൾ ജയിലിൽ ശശിധരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതുപോലെ തന്നെ സുധീഷ് കുമാറിനെയും ചോദ്യം ചെയ്യുന്നത്. ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ കൂടിയാണ് സുധീഷ് കുമാർ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും പങ്കും അതുപോലെ തന്നെ സുധീഷ് കുമാറിൻ്റെ പങ്കും ഡി മണിയെ ചോദ്യം ചെയ്യുന്നതുമായി വെച്ചുകൊണ്ട് സമാന്തരമായുള്ളൊരു ചോദ്യം ചെയ്യലാണ് നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് തന്നെയായാലും അന്വേഷണം ഒരു പ്രത്യേക തലത്തിലേക്ക് അല്ലെങ്കിൽ പ്രത്യേക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നുവെന്നാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണമാണ് ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. ഡി മണിയെ കണ്ടെത്തിയതോടുകൂടിയാണ് അന്വേഷണ സംഘത്തിന് കൂടുതൽ വിവരങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം 2 മണിക്കൂർ ചോദ്യം ചെയ്തതിന് ശേഷം ഇന്ന് തുടർച്ചയായ ഒരു ചോദ്യം ചെയ്യൽ ഡി മണിയുടെ കാര്യത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണ സംഘത്തിൻ്റെ ഒരു സംഘമാണ് ചെന്നൈയിലെത്തി ഡി മണിയെ ചോദ്യം ചെയ്യുന്നത്. അതേ സമയത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമാന്തരമായി ശശിധരനും ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതുപോലെ തന്നെ സുധീഷ് കുമാറിനെയും ചോദ്യം ചെയ്യുകയാണ്. 2000 ഒക്ടോബറിലാണ് ഇവർ ഇടപാടുകൾ നടത്തിയിട്ടുള്ളത് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ വെച്ച് നടത്തിയ ആ ഇടപാടുകളിൽ കോടിക്കണക്കിന് രൂപയുടെ 500 കോടിയോളം രൂപയുടെ ഇടപാടുകൾ നടന്നു എന്നാണ് നേരത്തെ മൊഴി നൽകിയിരിക്കുന്നത്. വിദേശിയായിട്ടുള്ള വ്യവസായി നൽകിയിട്ടുള്ള ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം മണിയിലേക്ക് എത്തുന്നത്. മണിയുടെ ഒരു സുഹൃത്തായി അല്ലെങ്കിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ചിട്ടുള്ള ശ്രീകൃഷ്ണൻ എന്ന ആളെ അടക്കം അന്വേഷണ സംഘം ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളുടെ അടക്കം ചോദ്യം ചെയ്യൽ ഒരുപക്ഷെ അന്വേഷണ സംഘം വരും ദിവസങ്ങളിൽ കൃത്യമായി തന്നെ നടത്തും. ഇന്നും ശ്രീകൃഷ്ണൻ
ഉണ്ണികൃഷ്ണനെ കണ്ടെത്തുകയും അയാളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തു തന്നെയായാലും അന്വേഷണ സംഘം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. അത് ഇങ്ങറ്റം ഡി മണിയിൽ വരെ എത്തി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ വിവരങ്ങൾ ഇനി വരേണ്ടതുണ്ട്. ഡി മണിയുടേതായ വെളിപ്പെടുത്തലുകൾ കൂടുതലായി എത്തിയിട്ടില്ല. താൻ നിലവിൽ ഒരു രത്നവ്യാപാരി, ഇടനിലക്കാരൻ മാത്രമാണ് എന്നാണ് അയാൾ നൽകിയിട്ടുള്ള മൊഴി. ഡി മണി എന്ന താൻ ബാലമുരുകനാണ് എന്ന കാര്യവും കൂടി അവർ വ്യക്തമാക്കുന്നു. ദിണ്ടിഗൽ സ്വദേശിയാണ് എന്നും വ്യക്തമാക്കുന്നു. ഈ ഡി മണിയെ തേടിക്കൊണ്ട് ചെന്നൈയിലേക്കാണ് അന്വേഷണ സംഘം ആദ്യം പോയത്. പിന്നീടാണ് ഡിണ്ടിഗലിലെത്തുകയും ഇയാളെ ചെന്നൈയിലെത്തിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തത്. തുടർന്നുള്ള ഒരു വിശദമായ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഒരു പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതുപോലെ തന്നെ സുധീഷ് കുമാറിനെയും ജയിലിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തലവൻ കൂടിയായിട്ടുള്ള SP ശശിധരൻ ചോദ്യം ചെയ്യുന്നത്. ശരി, വിശദമായ വിവരങ്ങളാണ് തിരുവനന്തപുരത്തു നിന്നും രജിത്ത് നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷണം വേണമെന്ന് രമേശ് ചെന്നിത്തല. അന്താരാഷ്ട്ര തലത്തിലേക്ക് ബന്ധം നീളുന്ന കേസാണിത്. വാസുവിനെയും പത്മകുമാറിനെയും സംരക്ഷിക്കുന്നു എന്നതിനർത്ഥം സർക്കാരിനും പാർട്ടിക്കും എന്തോ മറയ്ക്കാൻ ഉണ്ട് എന്നതാണ്. ഇവർക്കെതിരെ പാർട്ടി നടപടിയെടുത്താൽ കൂടുതൽ ഉന്നതന്മാരുടെ പേര് വിളിച്ചു പറയുമെന്ന ഭയമുണ്ടെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു CBI അന്വേഷണം വേണ്ടി വരുന്നു. SIT-ൽ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല. SIT അവരുടെ ജോലി ചെയ്യട്ടെ. പക്ഷേ ഇത് ഇന്റർനാഷണൽ റെമിഫിക്കേഷൻ ഉള്ള ഒരു കേസായതുകൊണ്ടാണ് SIT-ക്ക് അന്വേഷിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് CBI അന്വേഷണം കോടതിയുടെ നിയന്ത്രണത്തിൽ വേണമെന്ന്. ഇന്നലെ മുഖ്യമന്ത്രി എന്തെല്ലാം കാര്യങ്ങളാണ് വിളിച്ചു പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇതുവരെ പത്മകുമാറിന്റെയും വാസുവിന്റെയും പേരിൽ പാർട്ടി നടപടിയെടുക്കാത്തത്? മുഖ്യമന്ത്രി അക്ഷരം വേണ്ടിയോ? എന്തുകൊണ്ടാണ് അവരെ സംരക്ഷിക്കുന്നത്? BJP തിരുവനന്തപുരം മേയർ സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിക്കും. അന്തിമ ചർച്ചകൾ ശ്രീലേഖ മേയർ ആകുന്നതിനെ അനുകൂലിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. നിർണായക തീരുമാനമെടുക്കേണ്ട മുതിർന്ന നേതാക്കളുടെയും തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരുടെയും പിന്തുണ ശ്രീലേഖയ്ക്കുണ്ട്. VV രാജേഷിന്റെ പേരും തൽസ്ഥാനത്തേക്ക് പരിഗണിച്ചുവെങ്കിലും അന്തിമ തീരുമാനം ശ്രീലേഖയ്ക്ക് അനുകൂലമാണെന്നാണ് സൂചന. അതേസമയം മേയർ സ്ഥാനത്തേക്ക് UDF-ൽ നിന്നും KS ശബരിനാഥും CPM-ൽ നിന്നും RP ശിവജിയും മത്സരിക്കും. തൃശൂർ കോർപ്പറേഷനിലെ മേയറെയും ഡെപ്യൂട്ടി മേയറെയും പ്രഖ്യാപിച്ചു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റാണ് ഇരുവരെയും പ്രഖ്യാപിച്ചത്. മേയറായി നിജി ജസ്റ്റിനെയും ഡെപ്യൂട്ടി മേയറായി A പ്രസാദിനെയുമാണ് പ്രഖ്യാപിച്ചത്. പാർലമെന്ററി പാർട്ടിയുടെ തീരുമാനമാണിതെന്നും അത് നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. തൃശ്ശൂരിൻ്റെ MP സുരേഷ് ഗോപി ഇന്നലെ ഞങ്ങളുടെ കൗൺസിലർ പ്രസംഗിച്ചതിന് മറുപടിയായി എൻ്റെ വീട്ടിലേക്ക് വന്നു നോക്കിയാൽ എൻ്റെ വീട് പിന്നെ അലങ്കരിച്ചിരിക്കുന്നു, നക്ഷത്രമിട്ടിരിക്കുന്നു. ക്രിസ്മസ് ദിനത്തിൽ തന്നെ മേയർ പദവി ലഭിച്ചതിൽ സന്തോഷമെന്ന് നിജി ജസ്റ്റിൻ. കൂട്ടായ പ്രവർത്തനത്തിലൂടെ മുന്നോട്ടു പോകുമെന്നും തൃശൂരിന്റെ സമഗ്രമായ അടിസ്ഥാന വികസനത്തിന് മുൻഗണന നൽകുമെന്നും അവർ പറഞ്ഞു. വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്ന നിമിഷങ്ങളാണ്. പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ക്രിസ്മസിൻ്റെ ദിനമാണ്. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും സന്ദേശം നൽകുന്ന ഒരു ആഘോഷമാണ് ക്രിസ്മസ്. ആ ദിവസം തന്നെ ഇങ്ങനൊരു പദവിയിലേക്ക് എന്നെ തെരഞ്ഞെടുത്തു. പാർട്ടി എത്ര വലിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഡെപ്യൂട്ടി മേയറായി തിരഞ്ഞെടുത്തതിൽ വലിയ സന്തോഷമുണ്ടെന്ന് A പ്രസാദ്. കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണത്തിനെതിരെയുള്ള ജനവിധിയാണ് തൃശൂരിൽ ഉണ്ടായത്. ജനവികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജനവിധിയെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് തൃശൂർ നഗരത്തിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് A പ്രസാദ് പറഞ്ഞു. ഒരു KSU പ്രവർത്തകനായി പൊതുരംഗത്ത് കടന്നു വന്ന വ്യക്തിയാണ് ഞാൻ. പാർട്ടിയിൽ ലഭിച്ച ഈ ഉത്തരവാദിത്തത്തിൽ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ LDF-ൻ്റെ ഭരണത്തിനെതിരെ ജനവിധിയാണ് തൃശ്ശൂരുണ്ടായിട്ടുള്ളൂ. BJP-യുമായുള്ള രഹസ്യധാരണയുടെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട്ടെ ഭൂരിപക്ഷം പഞ്ചായത്തുകളിലും UDF അധികാരത്തിലെത്തിയതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം. പല വാർഡുകളിലും BJP കോൺഗ്രസ് പ്രവർത്തകർ ഇരു പാർട്ടികൾക്കും വോട്ട് ചെയ്തു. തെരഞ്ഞെടുപ്പിൽ UDF ജമാഅത്തി ബന്ധം പരസ്യമായി ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ LDF വ്യക്തമായ രാഷ്ട്രീയ നിലപാട് മുന്നോട്ട് വെച്ചപ്പോൾ BJP-യും UDF-ഉം നുണപ്രചാരണം നടത്തി. SIR വിഷയത്തിൽ ശക്തമായ നിലപാട് CPM സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ SIR കൊണ്ടുവന്നത് പിണറായി വിജയൻ എന്ന ജമാഅത്തെ ഇസ്ലാമി നുണ പറഞ്ഞു. ചില നോട്ടീസുകൾ ലീഗ് പ്രവർത്തകർ വീടുകളിൽ നൽകിയെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. തെളിയിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് മാറ്റം. മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഒഴികെയുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ ഒരാൾ ഒരേ സമയം 3 വോട്ടുകളാണ് ചെയ്തത്.
തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിൽ എല്ലാ ഘടകങ്ങളും നോക്കി തീരുമാനമെടുക്കുമെന്ന BJP നേതാവ് വി മുരളീധരൻ. സംസ്ഥാന അധ്യക്ഷനാണ് ചുമതല. ഉചിതമായ സമയത്ത് പാർട്ടി നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ ഘടകങ്ങളും പരിഗണിച്ചുകൊണ്ടായിരിക്കും തീരുമാനമെടുക്കുന്നത്. സംസ്ഥാന അധ്യക്ഷൻ ഇതെല്ലാം ചുമതല അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹം ഉചിതമായിട്ടുള്ള ഒരു നടപടി ഈ കാര്യത്തിൽ വേണ്ട സമയത്ത് കൈക്കൊള്ളും. നാളെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കോൺഗ്രസ് കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കണമെന്ന് CPM. സത്യപ്രതിജ്ഞയിൽ ചട്ടലംഘനമുണ്ടായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയിൽ പറയുന്നു. CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും നഗരസഭാ പാർലമെന്ററി പാർട്ടി നേതാവുമാണ് പരാതി നൽകിയത്. 20 കൗൺസിലർമാർക്കെതിരെയാണ് പരാതി. കാവിലമ്മ, ബലിദാനികൾ, ഗുരുദേവൻ, അയ്യപ്പൻ, ആറ്റുകാലമ്മ തുടങ്ങിയ പേരുകളിൽ സത്യപ്രതിജ്ഞ ചെയ്തതായാണ് പരാതി. LDFിൽ നിന്നും ഭരണം പിടിച്ചെടുത്ത കൊല്ലം കോർപ്പറേഷനിലെ UDFിന്റെ ഡെപ്യൂട്ടി മേയർ തർക്കത്തിന് ഇന്ന് പരിഹാരമുണ്ടായേക്കും. കൊല്ലം കോർപ്പറേഷനിലേക്കുള്ള UDF ഡെപ്യൂട്ടി മേയറെ ഇന്നറിയാം. കോൺഗ്രസിൽ നിന്നുമുള്ള ഉദയ സുകുമാരൻ ഡെപ്യൂട്ടി മേയർ ആകാനാണ് സാധ്യത. അതേസമയം ഡെപ്യൂട്ടി മേയർ സ്ഥാനം വേണമെന്നുറച്ച് RSPയും രംഗത്തുണ്ട്. RSPയും ലീഗുമായി ഇന്ന് അന്തിമ ചർച്ച നടത്തിക്കൊണ്ടാകും ഡെപ്യൂട്ടി മേയറെ പ്രഖ്യാപിക്കുക. RSPക്കും ലീഗിനും രണ്ടാം ടേമിൽ പദവികൾ കൈമാറിയേക്കും. ദരിദ്രരെ തള്ളിക്കളയുന്നത് ദൈവത്തെ തള്ളിക്കളയുന്നതിന് തുല്യമെന്ന് ലിയോ 14 മാർപ്പാപ്പ. ക്രിസ്മസ് വിശ്വാസത്തിന്റെയും ദാനധർമ്മത്തിന്റെയും പ്രത്യാശയുടെയും വിരുന്നാണെന്നും മാർപ്പാപ്പ പറഞ്ഞു. വത്തിക്കാനിൽ നടന്ന ക്രിസ്മസ് ആഘോഷവേളയിലാണ് മാർപ്പാപ്പ ക്രിസ്മസ് സന്ദേശം നൽകിയത്. കനത്ത മഴയും അവഗണിച്ച് ആയിരക്കണക്കിന് വിശ്വാസികളാണ് സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ഒത്തുകൂടിയത്. അതേസമയം യേശുദേവന്റെ ജന്മസ്ഥലമായ ബത്ലഹേമിൽ 2 വർഷത്തിന് ശേഷം ഇത്തവണ ക്രിസ്മസ് ആഘോഷിച്ചു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ലിയോ 14 മാർപ്പാപ്പ നേതൃത്വം നൽകി. തിരുപ്പിറവി ചടങ്ങുകൾക്കും പാതിരാ കുർബാനയ്ക്കും മാർപ്പാപ്പ കാർമ്മികത്വം വഹിച്ചു. 200-ലേറെ അംഗങ്ങൾ അണിനിരുന്ന ഗായക സംഘവും ചടങ്ങുകളുടെ ഭാഗമായി. മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ലിയോ 14 ആദ്യ ക്രിസ്മസ് കൂടിയാണിത്. ഉണ്ണിയേശുവിന്റെ ജനന പ്രഖ്യാപനത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. പിന്നീട് അൾത്താരയുടെ മുന്നിലുള്ള ബൈബിൾ പ്രതിഷ്ഠാപീഠത്തിൽ പട്ടിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഉണ്ണിയേശുവിന്റെ രൂപം മാർപ്പാപ്പ അനാവരണം ചെയ്തു. അപരിചിതരോടും ദരിദ്രരോടും ദയ കാണിക്കണമെന്ന് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. സഹായം വേണ്ടവനെ അവഗണിക്കുന്നത് ദൈവത്തെ അവഗണിക്കുന്നതിന് തുല്യമെന്നും മാർപ്പാപ്പ പറഞ്ഞു. Del verbo eterno risuona nel primo vagitto di un infante. La santità dello spirito brilla in quel corpicino appena lavato e avvolto in fasce. യേശുദേവന്റെ ജന്മസ്ഥലമായ ബത്ലഹേമിൽ 2 വർഷത്തിന് ശേഷമാണ് ഇത്തവണ ക്രിസ്മസ് ആഘോഷിച്ചത്. ഗാസയിലെ യുദ്ധം കാരണം പലസ്തീനിലെ ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷിച്ചിരുന്നില്ല. ഇത്തവണ നേറ്റിവിറ്റി പള്ളിയിലെ പാതിരാ കുർബാനയിലും 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്കൊപ്പം ക്രിസ്മസ് ആഘോഷമാക്കി മലയാളികളും. പള്ളികളിൽ രാത്രിയിൽ നടന്ന തിരുപ്പിറവിയിലും പ്രത്യേക പ്രാർത്ഥനയിലും വിശ്വാസികൾ പങ്കെടുത്തു. ഇന്ന് രാവിലെയും പ്രത്യേക പ്രാർത്ഥനയും ദിവ്യബലിയും ഉണ്ടായിരുന്നു. പിതാവിനോടും ചെയ്യുന്ന പരിശുദ്ധാത്മാവിനോടുകൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ടവനുമായ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി സ്മരണ പുതുക്കി ദേവാലയങ്ങളിൽ പാതിരാ കുർബാന നടന്നു. നിരവധി വിശ്വാസികളാണ് പാതിരാ കുർബാനയിൽ പങ്കെടുക്കാൻ ഒഴുകിയെത്തിയത്. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ നേതൃത്വം നൽകി. ക്രിസ്മസ് പ്രത്യാശ നൽകുന്ന സന്തോഷത്തിന്റെ പെരുന്നാളാണെന്നും ഭയമില്ലാത്ത സന്തോഷത്തിന്റെ നല്ല അനുഭവത്തിൽ ക്രിസ്മസ് ആഘോഷിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്ക് മാത്രമായി ലഭിച്ച ഒരു അനുഗ്രഹത്തെക്കുറിച്ചല്ല നാം ഓർക്കുക. നാം പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ തലമുറകൾ തോറും ജനന പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു വലിയ വിശ്വാസ സമൂഹത്തിൻ്റെ ഈ കാലത്ത് ജീവിക്കാൻ ദൈവം അനുവദിച്ച
മക്കൾ എന്ന നിലയിലാണ് നാം യേശു കർത്താവിൻ്റെ ജനന പെരുന്നാൾ ആഘോഷിക്കുക. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടന്ന തിരുപ്പിറവി ചടങ്ങുകൾക്ക് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ നേതൃത്വം നൽകി. പ്രകാശത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശമാണ് തിരുപ്പിറവിയിലൂടെ നമുക്ക് ലഭിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ക്രിസ്തുവിൻ്റെ തിരുപ്പിറവി പ്രത്യാശയുടെ ആ ഒരു അനുഭവമാണ് പ്രദാനം ചെയ്യുന്നത്. പല കാരണങ്ങളാൽ കൂരിരുട്ടിൻ്റെ താഴ്വരയിൽ കഴിയുന്നത് പോലുള്ള അന്ധകാരത്തിലായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ പോകുന്നവർക്കാണ് പ്രത്യാശയുടെ വചനം മഹത്തായ പ്രകാശം കാണുന്നതും അവരുടെ മേൽ ഒരു പുതിയ പ്രകാശം ഉദിച്ച് ഉയരുന്നതും. നന്മയുടെ പ്രതീകമായ ക്രിസ്മസ് ആഘോഷമായാണ് വിശ്വാസികൾ കൊണ്ടാടുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മധ്യകേരളത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ തിരുപ്പിറവി ആഘോഷങ്ങളും പാതിരാ കുർബാനയും നടന്നു. വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ, മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, അബുൻമോർ ബസിലിയോസ് ജോസഫ് കാതോലിക്ക ബാവ എന്നിവർ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തിരുപ്പിറവിയുടെ ഓർമ്മകൾ പുതുക്കി വിശ്വാസികൾ. ക്രിസ്മസ് ദിനത്തിൽ കോഴിക്കോട്ടെ വിവിധ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും നടന്നു. ദേവമാതാ കത്തീഡ്രലിൽ കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാജ്യത്താകമാനമുള്ള ക്രൈസ്തവരെ ചേർത്തുപിടിച്ച് ക്രിസ്മസ് ആഘോഷിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിലെ CNI ആസ്ഥാനമായ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷനിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്മസ് ശുശ്രൂഷകളിൽ പങ്കെടുത്തത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും മോദിക്കൊപ്പം ചടങ്ങുകളിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രിക്കും രാജ്യത്തിനു വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും പള്ളിയിൽ നടന്നു. വിശ്വാസത്തിന്റെയും ആഘോഷത്തിന്റെയും ക്രിസ്മസ് ദിനത്തിൽ മുഴുവൻ ക്രൈസ്തവരെയും ചേർത്ത് പിടിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പൗരന്മാരെല്ലാം സമന്മാരാണെന്ന സന്ദേശം നൽകാൻ കൂടിയാണ് പ്രധാനമന്ത്രി ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി ചടങ്ങുകളിൽ നേരിട്ട് പങ്കെടുത്തത്. ഡൽഹിയിലെ CNI ആസ്ഥാനമായ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷനിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്മസ് ശുശ്രൂഷകളിൽ പങ്കെടുത്തത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഒപ്പമുണ്ടായിരുന്നു. പ്രധാനമന്ത്രിക്കും രാജ്യത്തിനും വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും പള്ളിയിൽ നടന്നു. ബിഷപ്പ് പോൾ സ്വരൂപ് പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്ന പ്രധാനമന്ത്രിക്ക് പുരോഹിതർ ബൈബിളിന്റെ പകർപ്പ് സമ്മാനിച്ചു. Of justice, of righteousness, and Lord, that you would bless him. Amen. ക്യാരൽസും ഹിമ്മെല്ലാം കേട്ടു. അതിൻ്റെ ഒപ്പം അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്പെഷ്യൽ പ്രേയർ വിത്ത് ബിഷപ്പ് റൈറ്റ് റെവറൻഡ് പോൾ സ്വരൂപ് ജി പ്രേയർ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. അപ്പോൾ ഇത് നല്ലൊരു സന്തോഷമായ ഒരു ദിവസമാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ സുരക്ഷാ ക്രമീകരണം ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. പള്ളിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തതിൽ സുപ്രീംകോടതി മുൻ ജസ്റ്റിസ് വിക്രംജിത്ത് സെൻ ഉൾപ്പെടെയുള്ളവർ അതൃപ്തി രേഖപ്പെടുത്തി. അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായവരോട് ക്ഷമ ചോദിക്കുന്നതായി പിന്നീട് BJP സംസ്ഥാന അധ്യക്ഷൻ അറിയിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ബാഹ്യമായ ആഘോഷങ്ങൾക്കപ്പുറം ഓരോ ആഘോഷവും നൽകുന്ന ആത്മീയ സന്ദേശങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ തട്ടിയുണർത്തണമെന്ന് സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവി. സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ സ്നേഹവും വെളിച്ചവും പകർത്തിയ മഹാത്മാക്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാകുമ്പോൾ ഉത്സവങ്ങൾക്ക് പ്രാധാന്യം വർദ്ധിക്കുമെന്നും യേശുവിന്റെ ജനനം ആഘോഷിക്കുന്ന ക്രിസ്മസ് അത്തരമൊരു ആഘോഷമെന്നും ക്രിസ്മസ് ദിനസന്ദേശത്തിൽ അമ്മ പറഞ്ഞു. മനുഷ്യ ജീവിതത്തിൽ ഉത്സവങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഉദാത്തമായ മൂല്യങ്ങളുടെ സന്ദേശവുമായാണ് ഉത്സവങ്ങൾ വന്നെത്തുന്നത്. ബാഹ്യമായ ആഘോഷങ്ങൾക്കപ്പുറം അവ നൽകുന്ന ആത്മീയ സന്ദേശങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ തട്ടി ഉണർത്തണം. അല്പനേരം ചിന്തിക്കാൻ നമ്മുടെ ആന്തരിക ജീവിതത്തെ പുതുക്കാനുമുള്ള ഓർമ്മപ്പെടുത്തലാണവ. സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ സ്നേഹവും വെളിച്ചവും പരത്തിയ മഹാത്മാക്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാകുമ്പോൾ ഉത്സവങ്ങൾക്ക് പ്രാധാന്യം വർദ്ധിക്കുന്നു. യേശുവിന്റെ ജന്മം ആഘോഷിക്കുന്ന ക്രിസ്മസ് അത്തരമൊരു ആഘോഷമാണ്. ക്രിസ്മസ് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും കാരുണ്യത്തിന്റെയും ഉത്സവമാണ്. എന്നാൽ സ്നേഹം, സന്തോഷം, കാരുണ്യം എന്നിവ മാമ്പഴം പോലെ പ്രത്യേക സീസണിൽ ഉണ്ടാകുന്നവയല്ല. അവയെ എല്ലാ കാലത്തും ഉൾക്കൊള്ളാനും അനുഭവിക്കാനും കഴിയണം. നമ്മൾ പൊതുവെ മറക്കാൻ ഇഷ്ടപ്പെടുന്ന അത്തരം മൂല്യങ്ങളെ കുറിച്ച് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ഉത്സവങ്ങൾ ചെയ്യുന്നത്. ശ്രീരാമനും ശ്രീകൃഷ്ണനും ഭക്തനും ക്രിസ്തുവും നബിയും ഒക്കെ ജീവിതത്തിൽ കഠിനമായ വെല്ലുവിളികൾ നേരിട്ടാണ്
അനശ്വരരായത്. അത് നമ്മൾ മറക്കരുത്. വെല്ലുവിളികൾക്ക് മുൻപിൽ കടന്നു പോവുക, അവയെ വിജയത്തിലൊക്കെയുള്ള ചവിട്ടുകൂടാക്കി മാറ്റുക. ഇതാണ് അവരുടെ മഹത്വം. ശരിയായ മനോത്തോടെ ശ്രേഷ്ഠമായ ലക്ഷ്യത്തിനായി നമ്മൾ പ്രയത്നിക്കുന്നുവെങ്കിൽ അതിനെ തേടാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമാണ്. അതാണ് അവരുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവരുടെ മാതൃക നമുക്ക് ശക്തിയും പ്രചോദനവും പകർന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആഘോഷവും ചടങ്ങുകൾക്കും അപ്പുറം നിശബ്ദമെങ്കിലും ശക്തമായ ആഹ്വാനം ക്രിസ്മസ് നൽകുക. അപബോധത്തോടെ ജീവിക്കുക, കൂടുതൽ ആഴത്തെ സ്നേഹിക്കുക, കൂടുതൽ ദൈവത്തോടെ പെരുമാറുക, കരുണ കാണിക്കുക. വിമർശനത്തിന് പകരം ക്ഷമയും, ഉദാസീനതയ്ക്ക് പകരം കാരുണ്യവും, നിരാശയ്ക്ക് പകരം പ്രത്യാശയും ആ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും പ്രതിഫലിക്കുമ്പോൾ നന്മയുടെ വെളിച്ചത്തിന്റെ പ്രഭയത്. മഹാത്മാക്കളുടെ ജീവിതം നമ്മുടെ മനസ്സിനെ നവീകരിക്കുകയും നമ്മെ സമാധാനത്തിന് സന്ദേശവാഹകർ ആക്കട്ടെ. ആഘോഷങ്ങൾ അവസാനിച്ചു കഴിഞ്ഞാലും ആ വെളിച്ചം തമ്മിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കട്ടെ. നമ്മുടെ മറ്റുള്ളവരുടെയും പാതകളിൽ ഇത് പ്രകാശം പരത്തട്ടെ. ഞാൻ നമ്മുടെ എല്ലാവരെയും കൃപ അനുഗ്രഹിക്കട്ടെ. ക്രിസ്മസ് ദിനത്തിൽ അമൃതപുരി ആശ്രമത്തിൽ വെച്ച് നടന്ന ആഘോഷങ്ങളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. നമ്മുടെ ജീവിതത്തെ പടുത്തുയർത്തേണ്ട അർത്ഥവത്തായ മൂല്യങ്ങളുടെ സന്ദേശവുമായാണ് ക്രിസ്മസ് പോലെയുള്ള ഉത്സവങ്ങൾ വന്നെത്തുന്നതെന്നും അമ്മ പറഞ്ഞു. കലാസന്ധ്യ ഉൾപ്പെടെയുള്ള പരിപാടികളുമായി അമൃതപുരിയിൽ നടന്ന ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള 1000-ഓളം പേരാണ് പങ്കെടുത്തത്. അമ്മയുടെ നേതൃത്വത്തിൽ ലോകശാന്തിക്കായുള്ള പ്രാർത്ഥനകൾ നടന്നു. ആഘോഷങ്ങളുടെ ഭാഗമായി ഭജന, സാംസ്കാരിക പരിപാടികൾ, കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയും അരങ്ങേറി. വിദേശികളായ ആശ്രമത്തിലെ അന്തേവാസികൾ ഒരുക്കിയ നാടകം വേറിട്ട കാഴ്ചയായി. പരിപാടിയിൽ മാതാ അമൃതാനന്ദമയി ദേവി ക്രിസ്മസ് കേക്ക് മുറിച്ച് ഭക്തർക്ക് വിതരണം ചെയ്തു. ന്യൂസ് ഡെസ്ക് അമൃത TV. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. മണ്ഡലമാസത്തിന്റെ അവസാന നാളുകളിൽ ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. 1,04,216 ഭക്തരാണ് ഇന്നലെ ശബരിമലയിൽ ദർശനം നടത്തിയത്. ഈ ആഴ്ച ഇത് 2ാം തവണയാണ് 1,00,000-ലധികം പേർ സന്നിധാനത്ത് എത്തുന്നത്. വെള്ളി, ശനി ദിവസങ്ങളിൽ ശബരിമലയിൽ തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
കായിക വാർത്തകൾ നോക്കാം. ലോക ചാമ്പ്യന്മാരായ ശേഷം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം അംഗങ്ങൾ ആദ്യമായി തിരുവനന്തപുരത്തെത്തി. ഇന്ത്യ ശ്രീലങ്ക T20 പരമ്പരയുടെ ഭാഗമായാണ് ടീം തലസ്ഥാനത്തെത്തിയത്. 26, 28, 30 തീയതികളിലായി കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.